ഇപ്പോൾ ഒരു ആർക്കിടെക്റ്റിനെയാണ് സമീപിക്കുന്നതെങ്കിൽ അവരോട് ആ ബഡ്ജറ്റ്, ഞങ്ങളുടെ ബഡ്ജറ്റ് ഇതാണ്, ഞങ്ങൾക്ക് ഇത്രയാണ് ഞങ്ങൾ റിക്വയർമെന്റ്. ഇപ്പോൾ നോർമലി ആർക്കിടെക്ട് പറയും ആ ബഡ്ജറ്റ് നിൽക്കാത്ത റിക്വയർമെന്റ് ആണ് അവരുടെ എങ്കിൽ പറയും ഇന്നതൊക്കെ കട്ട് ഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റും. ആ ഒരു ഐഡിയ ആർക്കിടെക്ട് കൊടുക്കും. അപ്പോൾ ആർക്കിടെക്റ്റിന് അത് പറയണമെങ്കിൽ ഒരു ക്ലയന്റിന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു ട്രാൻസ്പെറൻസി വേണം. ഞങ്ങളുടെ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ, ഇത്ര ലോൺ എടുക്കാനാണ്. ആ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടെങ്കിൽ പ്ലാനിങ് ടൈമിൽ തന്നെ ആർക്കിടെക്ട് അത് ശ്രദ്ധിക്കും. പിന്നെ സജഷൻ കൊടുത്ത് നമുക്കിപ്പോൾ കുറേ എടുത്ത് എക്സ്ട്രാ വാൾസ് അല്ലെങ്കിൽ വേക്കൻറ്റ് സ്പേസസ് ഒഴിവാക്കാൻ പറ്റും. സ്പേഷ്യസ് ആയിട്ട് തോന്നുന്ന ഒരു ഏരിയ ആയിരിക്കും, ബഡ്ജറ്റ് ഉള്ള ഒരു ക്ലയന്റിന് അതൊരു പ്രശ്നമായിരിക്കില്ല. പക്ഷെ ഒരു ബഡ്ജറ്റ് ഹോം എന്ന രീതിയിൽ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വേക്കൻറ്റ് സ്പേസ് ഒഴിവാക്കി മാക്സിമം സ്ക്വയർ ഫീറ്റ് കുറച്ച് എക്സ്ട്രാ വർക്ക് ഉണ്ട്. ഇപ്പോൾ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വാൾസ് കുറേ വരുന്നത്, അത്തരത്തിലുള്ള വർക്കൊക്കെ കുറച്ച് മാക്സിമം സ്പേഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്ലാനിങ് സ്റ്റേജിലാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. പ്ലാനിങ് തൊട്ട് മെറ്റീരിയൽ സ്പെക്ക്, നമ്മളിപ്പോൾ ഒരു ആർക്കിടെക്ട് ആ പ്ലാൻ അനുസരിച്ചുള്ള എത്ര ഇല്ലാണ് ടൈൽ ഇടുന്നത്, എത്ര എൻ്റെ ഇന്റീരിയർ വരും, ഇന്റീരിയർ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യും, ഇനിയല്ല ജോയിനറീസ് അതായത് വിൻഡോസ് ആൻഡ് ഡോർസ് ഏത് വേണം, എത്ര കോട്ട് പുട്ടി വേണം, അതടക്കം ആ ഒരു എസ്റ്റിമേറ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടാവും. അതായത് ഒരു ഡിസൈൻ കഴിഞ്ഞിട്ടുള്ള എസ്റ്റിമേറ്റ് അത് ഓറിയൻറ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് ബഡ്ജറ്റിൽ നിർത്താം. അപ്പോൾ ആ ഒരു ട്രാൻസ്പെറൻസി ക്ലയൻറ്റും ആർക്കിടെക്റ്റും തമ്മിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ ചേഞ്ച് ചെയ്യാത്ത ഒരു പ്രോസസ്സിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ സക്സസ് ആയിട്ട് ചെയ്തു തീർക്കാൻ പറ്റും.